അടിയന്തര പ്രാധാന്യമില്ല എന്നേ പറയുന്നുള്ളൂ. അല്ല, ക്രിമിനലുകൾ തെരുവിലിറങ്ങിയാൽ ഒന്ന് ഫ്ലോർ ഓർഡർ ആക്കണം. CPM-നെയും സർക്കാരിനെയും വെട്ടിലാക്കിയ പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് വിഷയം നിയമസഭയിൽ ഉന്നയിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ മറ്റൊരു മാർഗമായിരുന്നു ഇന്നത്തെ അടിയന്തര പ്രമേയ നോട്ടീസ്. ഈ വിഷയത്തിൽ സ്പീക്കർ കഴിഞ്ഞ ദിവസം നോട്ടീസ് അംഗീകരിക്കാത്തതിനാൽ തടവുകാരുടെ പരോൾ വിഷയമാക്കി ഇന്ന് KK രമയാണ് വിഷയം സഭയിൽ എത്തിച്ചത്. ഒന്നിലധികം രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിരുന്നു ഈ വിഷയത്തിലുണ്ടായിരുന്നത്. അത് CPM-നെയും സർക്കാരിനെയും വെട്ടിലാക്കുന്നതുമാണ്. ചട്ടം 50 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. സർക്കാരിനും CPM-നും സ്പീക്കർ രക്ഷാകവചമൊരുക്കി. നോട്ടീസിന് അനുമതി നൽകിയാൽ പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് വിഷയത്തിനൊപ്പം തന്നെ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്ന അടക്കമുള്ള വിഷയങ്ങൾ സഭയിൽ പ്രതിപക്ഷം ചർച്ചയാക്കുമെന്ന് സ്പീക്കർക്ക് ബോധ്യമായി. അതിനാലാണ് ഈ നടപടി. ചട്ടം ലംഘിച്ച്, നിയമം ലംഘിച്ച് പരോള് ക്രിമിനലുകൾക്ക് കൊടുത്ത് ക്രിമിനലുകൾ തെരുവിലിറങ്ങി കലാപം നടത്തുകയും ക്രിമിനൽ കുറ്റകൃത്യങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ഗൗരവതരമായ വിഷയമാണ് ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കാരണം രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വെളിപ്പെടുത്തൽ നടത്തിയ V. കുഞ്ഞികൃഷ്ണനെതിരായ CPM പ്രതിഷേധത്തിൽ പോലീസിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ കേസിൽ 20 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കൗൺസിലർ VK നിഷാദ് പങ്കെടുത്തിരുന്നു. അച്ഛന്റെ ചികിത്സയ്ക്കായി പരോളിൽ ഇറങ്ങിയതായിരുന്നു VK നിഷാദ്. നോട്ടീസ് അനുവദിച്ചാൽ രക്തസാക്ഷി ഫണ്ട് വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന് മനസ്സിലാക്കിയാണ് സ്പീക്കർ വഴിയടച്ചത്. വിഷയം അടിയന്തര പ്രമേയത്തിന് അപര്യാപ്തമെന്ന് പറഞ്ഞ് തള്ളിയ സ്പീക്കറെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ്. സർക്കാരിന് സൗകര്യമില്ലാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അടിയന്തര പ്രാധാന്യമില്ല എന്നേ പറയുന്നുള്ളൂ. അല്ല, ക്രിമിനലുകൾ തെരുവിലിറങ്ങിയാൽ ഒന്ന് ഫ്ലോർ ഓർഡർ ആക്കണം. ഇന്നെന്താ ചർച്ചയില്ലേ എന്ന ബാനറും പ്ലക്കാർഡും ഉയർത്തി പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഇതോടെ സ്പീക്കർ AN ഷംസീർ പല ഘട്ടത്തിലും ക്ഷുഭിതനായി. പ്രതിപക്ഷത്തിന്റെ ബാനർ തന്നെയാണ് ഇതിന് അടിയന്തര പ്രാധാന്യമില്ലെന്നതിന്റെ തെളിവെന്ന് സ്പീക്കറുടെ കടന്നാക്രമണം. നോക്കൂ, പ്ലക്കാർഡുകൾ നോക്കൂ. ചർച്ചയ്ക്ക് ധൈര്യമില്ലേ? അതിനർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയാം ചർച്ച എടുക്കില്ലെന്ന്. കാരണം ചർച്ചയ്ക്ക് എടുക്കാൻ സാധിക്കാത്ത പോയിന്റ് കൊണ്ടുവന്ന് നിങ്ങൾ പ്ലക്കാർഡ് ഉയർത്തുകയാണ്. അപ്പൊ അതിന് വളരെ ക്ലിയർ ആണ്, പ്രീ പ്ലാൻഡ് ആണ്. പ്രതിരോധിക്കാനും ആക്രമിക്കാനും മന്ത്രിമാരും രംഗത്തിറങ്ങി. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണന മറയ്ക്കാനും BJPയെ രക്ഷിക്കാനുമാണ് പ്രതിപക്ഷം ഇന്ന് രംഗത്തിറങ്ങിയതെന്ന് മന്ത്രി MP രാജേഷ്. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടാതെ സഭയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി ഓടിയത് മടിയിൽ സ്വർണത്തിന്റെ ഭാരമുള്ളത് കൊണ്ടായിരുന്നു. കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഇന്നലത്തെ കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കാണിച്ച ക്രൂരമായ അവഗണനയാണ്. പ്രതിപക്ഷം ഒരു നോൺ ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവന്ന് BJPയെ സഹായിക്കാൻ ചർച്ച വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നത്. സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ച നിയമസഭയിൽ തുടങ്ങുന്നതുവരെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിൽ പ്രതിഷേധിച്ചു. തുടർന്ന് സഭ ബഹിഷ്കരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നുവെന്ന് ആരോപിച്ച് 2 പ്രതിപക്ഷാംഗങ്ങളുടെ സത്യാഗ്രഹം സഭയ്ക്കുള്ളിൽ തുടരുകയാണ്. ഇന്ന് IC ബാലകൃഷ്ണനും AK അഷ്റഫുമാണ് സത്യാഗ്രഹ സമരം നടത്തുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.